അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണിന്ന്. ഓരോ ദിവസവും വിശ്വാസികൾ അവരുടെ മനസ്സിനെ ഏകാഗ്രതപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ടാമത്തെ ദിവസത്തിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസാണ്. നോമ്പിനെക്കുറിച്ച് അവർ പറഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വചനമാണ് ഇന്ന് നിങ്ങളുമായി നാം സംസാരിക്കുന്നത്. അൻ അബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വാമ റമളാനൻ ഈമാനൻ വഹ്തിസാബൻ ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഇവിടെ അബി ഹുറൈറ എന്ന സ്വഹാബി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. ആരെങ്കിലും വിശ്വാസത്തോടു കൂടിയും പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അവൻ്റെ കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ നോമ്പിൻ്റെ ഒരു വലിയ ഗുണം സാധാരണ ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കുക മാത്രമല്ല, വിശ്വാസത്തോടു കൂടി ഏകാഗ്രതമായി അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് വിശ്വാസത്തോടു കൂടി നോമ്പനുഷ്ഠിക്കുകയും ആ നോമ്പിൻ്റെ സർവ്വ പ്രതിഫലവും അവന് കിട്ടണം എന്ന് മനസ്സിലുദ്ദേശിച്ചുകൊണ്ടും അവൻ നോമ്പ് നോക്കുകയാണെങ്കിൽ അവൻ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇവിടെ പാപമോചനം, മനുഷ്യന് സ്വാഭാവികമായും അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് പിഴവുകളുണ്ടാവും, തെറ്റുകൾ മനുഷ്യന് സ്വാഭാവികമായി ചെയ്തു പോകും. അത് ഒരു പക്ഷേ പൈശാചികമായ അവനുള്ള പ്രേരണയായിരിക്കാം. അതാണ് മനുഷ്യന് നന്മയും തിന്മയും ഇവിടെ മുമ്പിൽ കാട്ടിത്തരുമ്പോൾ ഒരു പക്ഷേ അവൻ്റെ മനസ്സ് ഇടറിക്കൊണ്ട് തിന്മയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ മനുഷ്യൻ പാപിയായി മാറുന്നു. അവിടെയാണ് ഈ റമദാൻ മാസം അത്തരം പാപികൾക്ക് ഒരു വലിയ അനുഗ്രഹമായി മാറുന്നത്. നോമ്പ് ആ ഒരു അർത്ഥത്തിൽ വിശ്വാസത്തിൽ നോമ്പ് നോക്കുകയാണെങ്കിൽ മനുഷ്യൻ ചെയ്തിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ പൂർണ്ണമായും പുറത്തു കൊടുത്തുകൊണ്ട് അവൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് പ്രസവിച്ച കുഞ്ഞിനെ പോലെ അവൻ്റെ നിഷ്കളങ്കത പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ അവസരം കൂടിയാണിത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരമൊരു പുണ്യരാവുകളാണ് ഈ ഒരു മാസത്തിൽ വിശ്വാസികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നോമ്പ് കേവലം ഒരു ഡേറ്റ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഏറ്റവും നല്ല വിശ്വാസത്തോടു കൂടി പ്രതിഫലം കിട്ടണമെന്നുള്ള അടങ്ങാനാകാത്ത ആഗ്രഹത്തോടു കൂടി നോമ്പനുഷ്ഠിക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്.